NDA അല്ലെങ്കിൽ BJP അവിടെ കിറ്റ് കൊടുത്തതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, BJPക്കെതിരായിട്ട് അങ്ങനെ ഒരു കേസും എടുത്തിട്ടില്ല. അപ്പോൾ ആ ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യത്തിലുള്ള മറുപടിയാണ്. പിന്നെ രണ്ടാമത് ഇവിടെ പറയാനുള്ളത്, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. കാരണം കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ കിറ്റിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഈ കിറ്റ് കാരണം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ പ്ലാസ്റ്റിക് കവറ് എവിടെ കണ്ടിരുന്നാലും അത് കിറ്റായി സങ്കല്പിച്ച് സമരത്തിനിറങ്ങുകയാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ അനുഭവമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ്. കാരണം ഈ വിഷു പ്രമാണിച്ച്, ഈസ്റ്റർ പ്രമാണിച്ച് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വിലക്കുറവിൽ കിറ്റുകളൊക്കെ വിതരണം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാകാം. മനസ്സിലായോ? ഇത് അങ്ങനെ വെക്കുന്ന കിറ്റുകളൊക്കെ കണ്ടിട്ട് അത് BJPയുടേതാണ്, BJP NDA കൊടുക്കാനാണ് ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ധരിക്കുകയാണ്. അവർക്ക് കിറ്റ് പേടിയാണ്. സതീശൻ, ഞാൻ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. ഇന്നത്തെ കാര്യത്തിൽ കേസെടുത്തിട്ടില്ല. ഇന്നലെ ഒളരിയിൽ കാർത്തിക എന്ന പേരിലൊരു സൂപ്പർ മാർക്കറ്റിൽ കിറ്റ് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചത് രാധാകൃഷ്ണൻ എന്ന പേരിലൊരു BJPക്കാരൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഹ്വാനപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇല്ലാത്ത കാര്യമല്ലേ പറയുന്നത്? രാധാകൃഷ്ണൻ എന്ന പ്രവർത്തകൻ BJPക്ക് എന്തുമായി, സാധാരണ പ്രവർത്തകർ നമ്മളിപ്പോൾ ഒരേ വ്യക്തികളും ഒരുപാട് സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്. അവരുടേതായ കാര്യത്തിന് വേണ്ടി കിറ്റുകളോ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും. അത് BJP കൊടുക്കുന്നതായിട്ട് വരുന്നത് എങ്ങനെയാണ്? അത് BJP കൊടുക്കുന്നതായിട്ട് എങ്ങനെ വരും? അയാൾ BJPക്കാരനായതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം BJPയുടെ എന്ത് ചുമതല വഹിക്കുന്ന ആളാണ്? ഈ രാധാകൃഷ്ണൻ BJPയുടെ എന്ത് ചുമതലയാണ് വഹിക്കുന്നത്? അപ്പോൾ BJP തള്ളി പറഞ്ഞാൽ പോരെ? ആ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, BJP പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞല്ലോ അങ്ങനൊരു സംഭവമില്ല. അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് കേസെടുക്കട്ടെ, BJPക്കെതിരെ കേസെടുക്കട്ടെ. ഇതിപ്പോൾ കിറ്റ് പേടിയാണ് കോൺഗ്രസിനും. ഈ കിറ്റ് മുഖാന്തരം കഴിഞ്ഞ 5 വർഷം രണ്ടാം പിണറായി സർക്കാർ വന്നതിലെ അതിൻ്റെ ഗുണഭോക്താക്കളായ ഇടതുപക്ഷത്തിനും കിറ്റ് പേടിയാണിപ്പോൾ. അത് BJPയോ അപ്പൊ കിറ്റ് കൊടുത്താൽ ജയിക്കാൻ പറ്റും, അതാണ് നിങ്ങളുടെ തിയറി. സതീശൻ, കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടും എന്ന് ഉറപ്പാണ്? അല്ല, കഴിഞ്ഞ തവണത്തെ സാഹചര്യം അറിയാമല്ലോ. രണ്ടാം പിണറായി സർക്കാർ വന്ന സാഹചര്യം അറിയാമല്ലോ. രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയാണ് വന്നത് നമുക്കറിയാവുന്നതല്ലേ, അന്നത്തെ സാഹചര്യം. അതുകൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കാണുന്നത്. കിറ്റ് പേടിയാണ് അവർക്ക്. കിറ്റ് എവിടെ കണ്ടാലും കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിക്കും. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്.